നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് ഉറക്കം, അല്ലെ? ക്ലാസ്സിലിരുന്നുള്ള ഉറക്കം തൂങ്ങലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷെ ജീവിതത്തിൽ തന്നെ ഉറങ്ങാൻ പറ്റാത്തവരായി ഒരുപാട് പേരുണ്ട്. ഉറങ്ങാൻ സത്യം പറഞ്ഞാൽ എവിടെ ഇരുന്നാലും ചില ആൾക്കാരിങ്ങനെ നല്ല സുഖത്തിൽ ഉറങ്ങുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും ഉറങ്ങാൻ വേണ്ടി. ഇത് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, രാത്രി ഉറക്കക്കുറവിന്റെ ഒരു ലക്ഷണവും ആവാം എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ ഉറങ്ങുന്നത്. അത് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? രാവിലെ എണീക്കുമ്പോൾ ഒരു ഉന്മേഷക്കുറവ്, എപ്പോഴും ഉറങ്ങണം, കാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉറങ്ങുക, ടി വി കാണുമ്പോൾ ഉറങ്ങുക, ഫോണിൽ സംസാരിക്കുമ്പോൾ ഉറങ്ങുക, അങ്ങനെയൊക്കെ ഒരു ലക്ഷണം നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ എപ്പിസോഡ് കണ്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്ലീപ്പ് ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ് ആവാം കാരണം. അപ്പൊ എന്തായാലും സ്ലീപ്പ് ആപ്നിയെ കുറിച്ചുള്ള കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നമുക്ക് കാണാം. ഉറക്കത്തെക്കുറിച്ചും കൂർക്കംവലിയെക്കുറിച്ചുള്ള നമ്മുടെ കൊച്ചു കൊച്ചു സംശയങ്ങൾക്കുള്ള ഉത്തരവായി ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഇന്റർവെൻഷണൽ പൾമണോളജിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് മുനീഫ്. വെൽക്കം ഡോക്ടർ. ഇപ്പോ പ്രേക്ഷകർക്കും എല്ലാവർക്കും ആദ്യം തന്നെ അറിയേണ്ട ഒരു സംശയം എന്ന് വെച്ചാൽ ഉറക്കം. പലരും പറയാറുണ്ട്, കുറ്റം പറയാറുണ്ട് ഉറക്കത്തെ കുറിച്ച്, എപ്പോഴും ഉറക്കാന്നൊക്കെ പറയാറുണ്ട്. ചിലർ പറയും തീരെ ഉറക്കമില്ലാന്ന്. ഈ ഉറക്കം എന്ന് പറയുന്ന സംഗതി ഒരു മനുഷ്യന് എത്രത്തോളം അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്? ഉറക്കം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭക്ഷണം, വ്യായാമം അതിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒന്നാണ് ഉറക്കം. മതിയായ രീതിയിലുള്ള ഉറക്കമില്ലെങ്കിൽ അത് ദൈനംദിന ജീവിതത്തെ വളരെ സാരമായി തന്നെ ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും വേണ്ടത്ര രീതിയിൽ ഉറക്കം കിട്ടാതിരിക്കുക, ഉറക്കത്തിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റർബൻസുകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അത് തുടർന്നുള്ള ജീവിതത്തെ, പകൽ സമയത്തുള്ള ജീവിതത്തെ അത് ബാധിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എത്ര നേരം ഒരു വ്യക്തി ഉറങ്ങണം? അതിനൊരു സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം പറയുന്നില്ല, എന്നാലും മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 7 hours ഡെയിലി സ്ലീപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ ഉറങ്ങുമ്പോൾ തൊട്ടടുത്ത ആൾ എപ്പോഴും കംപ്ലൈന്റ് വരില്ല, ചിലപ്പോൾ കൂർക്കം വലിയെ കുറിച്ചാണ്. അത് ഒരു നമ്മൾ സാധാരണ പൊതുവെ പറയാം, കൂർക്കം വലിച്ചിറങ്ങുന്ന ഒരാളെ കാണുമ്പോൾ എത്ര ഭാഗ്യവാൻ എന്ന് പറയും. പക്ഷെ അത് ആക്ച്വലി അത് കൂർക്കം വലി എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ ബാധിക്കുന്നതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും കൂർക്കം വലി മുമ്പെല്ലാം നല്ല ഉറക്കുന്ന ലക്ഷണമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇക്കാലത്ത് ഇപ്പോഴത് അതൊരു ആരോഗ്യപരമായിട്ട് നല്ലതല്ല, ഒരു അനാരോഗ്യത്തിന്റെ ലക്ഷണമായിട്ടാണ് പറയുന്നത്. എങ്ങനെയാണ് കൂർക്കം വലി ഉണ്ടാകുന്നത്? നമ്മുടെ ശ്വാസം എടുക്കുന്നത് നമ്മുടെ ശ്വാസനാളത്തിലൂടെയാണ്. അത് അപ്പർ എയർവേ എന്ന് പറയുന്ന മൂക്ക് മുതൽ തൊണ്ടയുടെ ലാരിങ്സ് വരെയുള്ള ഭാഗം, അതിന് താഴേക്കുള്ള ലോവർ എയർവേ. അപ്പൊ ഈ അപ്പർ എയർവേ ലോവർ എയർവേയും ഒരു ട്യൂബ് പോലെയാണ്, ഒരു ഫ്ലെക്സിബിൾ ട്യൂബ്, അല്ലെങ്കിൽ ഒരു റിലാക്സ് ചെയ്യാനും കൺട്രാക്ട് ചെയ്യാനും കഴിയുന്ന മസിലുകളെ കൊണ്ടുള്ള ഒരു ട്യൂബാണ്. അതിൽ 2 തരം മസിലുകളാണുള്ളത്. കൺട്രാക്ടൈൽ മസിൽസിന്റെ മസിലിന്റെ ശ്വാസനാളയുടെ വ്യാപ്തി കുറക്കുന്നത്, മറ്റൊന്ന് ഡയലേറ്റർ മസിൽസാണ്. ഇത് തമ്മിലുള്ള ടോൺ യൂഷ്വലി ബാലൻസ്ഡ് ആയിരിക്കും. പക്ഷെ ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കൺസ്ട്രിക്റ്റർ മസിൽസിന്റെ ടോൺ ചിലപ്പം കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരിൽ ആ എയർവേ, അവരുടെ ശ്വാസനാളത്തിന്റെ വ്യാപ്തി കുറയുന്ന സമയത്ത് അതിലൂടെയുള്ള ഫ്ലോ കുറയുകയും അതിന്റെ ഫലമായിട്ട് അതിൽ ആ എയർവേയിൽ നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ അണ്ണാക്ക് അല്ലെങ്കിൽ ഉള്ള എന്ന് പറയുന്നത് സോഫ്റ്റ് പാലറ്റ്. അപ്പൊ അത് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ടാണ് നമ്മൾ കൂർക്കം വലിയായിട്ട് കേൾക്കുന്നത്. അപ്പൊ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഈ ശ്വാസനാളം പറ്റടയുമ്പോൾ ശ്വാസം നിൽക്കുന്ന പോലെ ആൾക്ക് അനുഭവപ്പെടുകയും ആളെ ഉറക്കത്തിൽ ഞെട്ടി എണീക്കുകയും ചെയ്യും. അതാണ് സാധാരണ കൂർക്കം വലിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതാണ് നോർമൽ ആയിട്ടുള്ള എയർവേ എന്ന് പറയുന്നത്. ഈ നോർമൽ എയർവേയിലൂടെ എയർ നോർമലായിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബാക്കിലൂടെ കാണുന്നത്. പക്ഷെ കൂർക്കം വലിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാളുടെ എയർവേ ചുരുങ്ങി പോകുന്നതാണ്. അപ്പൊ അതിന്റെ വ്യാപ്തി കുറയും, അതിന്റെ ഡയമീറ്റർ കുറയുന്നതനുസരിച്ചിട്ട് എയർ ഫ്ലോക്ക് ബുദ്ധിമുട്ട് വരും. ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി അടയും. ഈ സമയത്ത് നിങ്ങൾക്ക് കാണാം നോർമലായിട്ടുള്ള ബ്രീത്തിങ് പാറ്റേൺ ആണ് ഈ കാണുന്നത്. ഇത് എയർവേ അടഞ്ഞു വരുന്നതനുസരിച്ചിട്ട് അതിന്റെ ബ്രീത്തിങ് പാറ്റേണിലുള്ള ഫ്ലോയിലുള്ള വ്യത്യാസങ്ങളാണ് കാണിക്കുന്നത്. ഇനി ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഈ സോഫ്റ്റ് പാലറ്റിൻ ഇത് നാവിന്റെ പിൻഭാഗമാണ്, അത് വന്ന് അടയാണ്. അത് അടയുന്നത് കൂടിയിട്ട് പിന്നെ എയർ ഫ്ലോ സാധ്യമാകുന്നില്ല. അതിവിടെ കാണാം ഫ്ലാറ്റ് ആയിട്ട് പോകുന്നു. അപ്പൊ അതോട് കൂടിയിട്ട് എന്ത് സംഭവിക്കും? ഈ ശരീരത്തിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയും. ഇവിടെ തന്നെ കാണാൻ പറ്റും 94% ഓക്സിജന്റെ അളവ് 55 റേറ്റ് ഹാർട്ട് റേറ്റ് കാണിച്ചുള്ളത്. ഇനി അത് കുറയാണ് ഇത്രയും സമയം ഓക്സിജൻ കിട്ടാതിരിക്കുന്നതോട് കൂടിയിട്ട്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഓക്സിജൻ കിട്ടാത്ത പ്രശ്നം നമ്മുടെ തലച്ചോറ് സെൻസ് ചെയ്യുകയും ഉടനെ തന്നെ ആളെ വേക്കാക്കുകയും ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങൾ ഒരു കൂർക്കം വലിക്കുന്ന രോഗിയെ സമയത്തോളം ഇത് ഇടക്കിടക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതായത് ശ്വാസം ഒരു ഫ്ലോ കുറയുന്നു, ശ്വാസം നിന്ന് പോകുന്നു, അയാൾ അവേക്കാവുന്നു. ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു 10 പ്രാവശ്യത്തിലധികം ഒരു മണിക്കൂറിൽ വരുന്ന രോഗിയെ സമയത്താണ് നമ്മൾ സ്ലീപ്പ് അപ്നിയ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ രോഗിയാണ് എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ കൂർക്കമ്പലിയുടെ കാഠിന്യം ഇതിങ്ങനെ അടഞ്ഞു വരുന്നതിന്റെ തോതിനനുസരിച്ച് കൂടി വരുന്നതാണ്. ഈ സമയത്ത് കണ്ടു വീണ്ടും അത് പേറ്റന്റ് ആയതോട് കൂടിയിട്ട് അയാൾ അവേക്കായി. അപ്പോഴത്തേക്ക് വീണ്ടും ഹാർട്ട് റേറ്റ് കൂടാൻ തുടങ്ങി. ഓക്കെ. അപ്പൊ ഇത്ര ഒരു ഭയങ്കര ഫ്ലക്ച്വേഷൻ ഹാർട്ട് റേറ്റിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ബ്രെയിൻ നമ്മുടെ ഈ സമയത്ത് തലച്ചോറ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ശരീരത്തിലേക്ക് ഈ അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകൾ റിലീസ് ചെയ്യുകയാണ്. അപ്പൊ ഈ അഡ്രിനാലിൻ ഇടക്കിടക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു മണിക്കൂറിൽ 10 പ്രാവശ്യത്തിലധികം ഇത് വരുമ്പോഴത്തേക്കും ഫ്രീക്വന്റ് ആയിട്ട് അഡ്രിനാലിൻ റിലീസ് ചെയ്യുമ്പോൾ അഡ്രിനാലിൻ ബാക്കി അവയവങ്ങൾ അത് ബാധിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇതിന്റെ കോൺസിക്വൻസസ് വരുന്നത്. അല്ല കൂർക്കം വലി എന്നുള്ളത് ശബ്ദമലിനീകരണം എന്നല്ലാതെ അത് ഡയറക്റ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളല്ല ഉണ്ടാക്കുന്നത്. രക്തോട്ടം കുറയും, ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്നു. അതുകൊണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മൾ പറയുന്ന ഒരു അവസ്ഥ എല്ലാ രക്തക്കുഴലുകളെയും ബാധിക്കും. ഇത് കൂടുതൽ ബാധിക്കുന്ന രക്തക്കുഴലുകൾക്കാണ് ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരുന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ള അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഉദാഹരണം അമിതമായ രക്തസമ്മർദ്ദം, ഹാർട്ടിന്റെ പമ്പിങ് കുറവ്, ഹാർട്ടിന് അറ്റാക്ക് പോലെ വരിക, പിന്നെ ഇതിന്റെ ഭാഗങ്ങളായിട്ടാണ് ബാക്കിയുള്ള കോൺസിക്വൻസുകളൊക്കെ വരുന്നത്. ഇപ്പൊ കുട്ടികളിലാവുമ്പോൾ ഇത് കൂടുതൽ ഒരു സിവിയറിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. കുട്ടികളുടെ അതിൽ സിവിയറിറ്റി അല്ല കൂടുതൽ, കുട്ടികളുടെ ഇതിന്റെ പ്രസന്റേഷൻ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. അവർക്ക് ഉറക്കത്തിൽ ഈ കൂർക്കമ്പലിയുടെ ശബ്ദം ഉണ്ടാകുന്ന കുട്ടികൾ സാധാരണ അഡൽട്സിനെ പോലെയല്ല, അവർക്ക് പകലാണ് കൂടുതൽ ഇതിന്റെ പ്രശ്നങ്ങൾ. അതായത് ഇറിറ്റബിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കുട്ടികൾ പ്രകടിപ്പിക്കുക. കൂർക്കമ്പലി ചിലപ്പോൾ നോട്ടീസ് ചെയ്യുന്ന പാരന്റ്സ് ആയിരിക്കും, അല്ലാതെ കുട്ടിയത് പറഞ്ഞൊന്നുമില്ല. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ സാധാരണ കൂർക്കമ്പലിയിൽ നിന്ന് പേടിക്കേണ്ട ഒരു കൂർക്കമ്പലി മണിക്കൂറിൽ ഏകദേശം ഒരു 10 പ്രാവശ്യം ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ 10 പ്രാവശ്യത്തിലധികം ഇതുപോലെ ആപ്നിയ എന്ന് പറയുന്നത് ശ്വാസം നിന്ന് പോകുന്ന അവസ്ഥ. അതേസമയം ഒരു 5 പ്രാവശ്യത്തിലധികം ഹൈപ്പോപ്നിയ, ഇതിന്റെ ഒരു 50% ഫ്ലോ കുറയുന്നതിന് ഹൈപ്പോപ്നിയ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും അതും നമ്മൾ കൺസിഡർ ചെയ്യണം. മാത്രമല്ല ആ സമയത്ത് ആള് ഫുൾ അവേക്ക് ആയിട്ടില്ലെങ്കിലും ആള് ബ്രെയിൻ EEG-യിൽ അതിന്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും. ബ്രെയിൻ EEG-യിൽ ആൾ അവേക്കാവുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആള് ഉറക്കം റിഫ്രഷിംഗ് അല്ല, കംപ്ലീറ്റ് ഇപ്പൊ നമ്മൾ ഉറക്കത്തിന്റെ 4 സ്റ്റേജുകളിലൂടെയും പോകുന്നുണ്ടല്ലോ, അതിലേക്ക് പോയില്ല വരും. അങ്ങനെ ആകുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് സ്ലീപ്പ് എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചാൽ രാവിലെ എണീക്കുമ്പോൾ അവർ they will not fresh. ഇപ്പൊ സാർ പറഞ്ഞ പോലെ ഈ സ്ലീപ്പ് ആപ്നിയ ഡിസോർഡർ ഇത് ആർക്കൊക്കെ കാണാറുണ്ട് പൊതുവെ? ഒരു ജനറൽ പോപ്പുലേഷനിൽ ഒരു 3 മുതൽ 4% വരെ ആളുകൾക്ക് ഇതുണ്ടെന്ന് പറയുന്നു. നേരെ മറിച്ച് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഒബീസ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. പൊണ്ണത്തടി, കുടവയർ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ഇത് 40-50% പേർക്ക് കാണാം. പിന്നെ കൂടുതലും ഇത് കാണുന്നത് ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ്. മെയിൽസിൽ പ്രഡോമിനന്റ് ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിന്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ഡിസീസുള്ള ആൾക്കാരെ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ ഈ പ്രമേഹം, ഹൃദ്രോഗം, പക്ഷാഘാതം ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, തടിയുള്ള ആൾക്കാരും കൂടിയാണെങ്കിൽ അവർക്ക് ഇതിൽ അസോസിയേഷൻ വളരെ കൂടുതലാണ്, അതിന്റെ റേറ്റ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും അൺകൺട്രോൾ ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ചാൻസ് വളരെ കൂടുതലാണ്. ഇത് കാരണം ഹൈപ്പർ ടെൻഷൻ കൂടും ചെയ്യാം അല്ലെ? ഹൈപ്പർ ടെൻഷൻ കൂടാം. ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ ഡ്രഗ് കൊടുത്താലും കൺട്രോൾ ചെയ്യാത്തൊരു സ്ഥിതിയാണ് വരുന്നത്. സ്ഥിതിയിലേക്ക് വരും. ഇപ്പൊ കുറിയ കഴുത്തുള്ളവർക്കും കൂടുതലായിട്ട് കുറിയ കഴുത്ത്, അതുപോലെ തന്നെ കഴുത്തില് വണ്ണം, അതിന്റെ സർക്കംഫറൻസ് കൂടുതലുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് യൂഷ്വൽ പ്രസന്റേഷൻസ് എങ്ങനെയാണ്? അപ്പൊ നമ്മുടെ അടുത്തൊരു രോഗി വരുമ്പോൾ എന്തായിരിക്കും നമ്മള്? രോഗി 2 നിലക്ക് പ്രസന്റ് ചെയ്യാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ എല്ലാ ലക്ഷണങ്ങളും കൂടിയിട്ട് ഇപ്പൊ കൂർക്കം വലിക്കുന്നു, പ്രത്യേകിച്ചും അത് പറയുന്നത് കൂടെയുള്ള ബെഡ് പാർട്ട്നേഴ്സ്, സ്പൗസസ് ആയിരിക്കും പറയുന്നത്. അവർക്ക് പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് രാത്രി ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നമുക്ക് അവർ പറയാം. ഒന്ന് കൂർക്കം വലിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ശ്വാസം നിന്ന് പോകുന്നു, ഞെട്ടി എണീക്കുന്നു, കൈകാലിട്ടടിക്കുന്നു, നെഞ്ഞിന് പാൽപിറ്റേഷൻ വരുന്ന ഒരു ആസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ, അങ്ങനെ റീകജിറ്റേഷൻ പോലെ വരുന്നു. ഇതൊക്കെ ആയിരിക്കും അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പകലാണ് കൂടുതൽ മറ്റു പ്രശ്നങ്ങൾ പറയുന്നത്. പകൽ അമിതമായ ഉറക്കം, ക്ഷീണം, ഈ ഒരു തലച്ചോറിനൊരു കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവില്ലാതിരിക്കുക. ഓക്കെ. അപ്പൊ ഇത് ഏതൊക്കെ അസുഖങ്ങളുടെ ഒരു ഭാഗമായി നമുക്കിത് വരാം? അൺകൺട്രോൾഡ് ഹൈപ്പർ ടെൻഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ സാധാരണ ഹൈപ്പർ ടെൻസീവ് ആൾക്കാരിൽ തന്നെ ഇതിന്റെ ചാൻസ് പെർസെന്റേജ് പറയുന്ന ഒരു 30% ഉണ്ടാവും. എന്നാൽ ഒരു 2-3 മെഡിസിൻസ് ഉപയോഗിക്കുന്ന, ബിപിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ സമയത്തുള്ള 90% ആൾക്കാരിലും സ്ലീപ്പ് അപ്നിയ ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ഷുഗറിന്റെ കാര്യത്തിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗർ, നമ്മളിപ്പോൾ ഇൻസുലിൻ കൊടുത്തിട്ടും
ഓറൽ ഹൈപ്പോഗ്ലൈസിംഗ് എല്ലാം കൊടുത്തിട്ടും കൺട്രോൾ ആവാത്ത ആൾക്കാർ ഒബീസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ച് നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കണം. പിന്നെ കാർഡിയക് ഡിസീസിൽ വരുന്ന ആൾക്കാരിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള രോഗികളിൽ അവർ ഒബീസ് ആണെങ്കിൽ അവരുടെ കഴുത്തിന്റെ സർക്കംഫറൻസ് കൂടുതലാണെങ്കിൽ ഒക്കെ ഇതിനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മറ്റൊരു രീതിയിൽ ഇത് പ്രസന്റ് ആവുന്നതെന്ന് വെച്ചാൽ നമ്മൾ വളരെ കൂടുതൽ അത് സമൂഹത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ഇത് റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആയിട്ട് വരും. കാരണം ഇവർക്ക് പകലുള്ള ഉറക്കം ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോവുകയും ആക്സിഡന്റ് ഉണ്ടാവുകയും അത് മറ്റുള്ളവർക്ക് കൂടി ബാധിക്കുന്നതാണ്. അതൊരിക്കലും ഒരു പൾമണോളജിസ്റ്റിന്റെ അടുത്ത് മാത്രമായിട്ട് വരുന്ന ഒരു പ്രസന്റേഷൻ അല്ല. മിക്കവാറും എല്ലാ സ്പെഷ്യാലിറ്റിക്കാരുടെ അടുത്തും ഇത് എത്തിയിട്ടുണ്ടാവും. പക്ഷെ അത് നമ്മൾ ആ ഒരു മൈൻഡിൽ വെച്ചിട്ട് ഹിസ്റ്ററി എടുക്കുകയും അങ്ങനെ ഡിസീസിലേക്ക് ഇതിന് ചാൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലെ ഡോക്ടറുടെ മനസ്സിലതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിലേ നമ്മൾ പിക്കപ്പ് ആക്കുള്ളൂ. എങ്ങനെയാണ് യൂഷ്വലി ഡയഗ്നോസിസ് നടക്കുന്നത്? ഇതിന്റെ അസുഖം കണ്ടുപിടിക്കുന്ന ഡയഗ്നോസിന് പ്രധാനമായിട്ടുള്ളത് ഇതിന്റെ ഹിസ്റ്ററിയാണ്. അത് ഹിസ്റ്ററി പേഷ്യന്റിനേക്കാളും രോഗിയെക്കാളും കൂടുതലും അവരുടെ ബെഡ്മേറ്റിനായിരിക്കും പറയാൻ കഴിയും. ഇപ്പോൾ ഭാര്യയ്ക്ക് പറയാം ഭർത്താവ് കൂർക്കം വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു. അപ്പൊ അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കാര്യത്തിൽ ഡയഗ്നോസ് ചെയ്യുന്ന ആദ്യത്തെ ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ കൂടുതൽ സ്പൗസിന്റെ ഹിസ്റ്ററി ചോദിക്കണം. അവരോട് ചോദിച്ചിട്ട് കൂർക്കം വലിക്കുന്നുണ്ടോ, കൂർക്കം വലിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇടയ്ക്ക് ഞെട്ടി എണീക്കുന്നുണ്ടോ, കൈകാലിട്ട് അടിക്കുന്നുണ്ടോ, പിന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് പറഞ്ഞുതരാൻ കഴിയും. അതിനുശേഷം രോഗിയോട് ചോദിക്കാവുന്ന ഇയാൾക്കത് മൂലം പകലുണ്ടാകുന്ന വിഷമങ്ങളാണ്. എക്സസീവ് ഡേ ടൈം സ്ലീപ്പ്നെസ് എന്ന് പറയും. പകലായിട്ട് ക്ഷീണം ഉണ്ടാവും, പിന്നെ വെറുതെ ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങും. അപ്പൊ അതിന് നമ്മൾ സാധാരണ ഇവരുടെ എക്സസീവ് ഡേ ടൈം സ്ലീപ്പ്നെസ് അളക്കുന്ന ഒരു സ്കോർ സിസ്റ്റം ഉണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടോ, ടി വി കാണുമ്പോൾ ഉറങ്ങുന്നുണ്ടോ, ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നുണ്ടോ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങുന്നുണ്ടോ, വണ്ടിയിൽ വെറുതെ ഇരുന്ന് ഉറങ്ങുമോ, മറ്റുള്ളവരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഫോണിൽ കൂടെ സംസാരിക്കുക ചെയ്യുമ്പോൾ ഉറക്കം പോകുന്നുണ്ട്. ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. അത് പ്രകാരം ആ സ്കോർ ചെയ്തതിനു ശേഷം അപ്പൊ അതിൽ ഇതിനെല്ലാം ഇവരുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ തീർച്ചയായും അവർക്കൊരു സ്ലീപ്പ് സ്റ്റഡി ചെയ്യണം. അങ്ങനെ ഒരു സ്ലീപ്പ് സ്റ്റഡി അല്ലെങ്കിൽ പോളിസോംനോഗ്രാഫി ചെയ്തിട്ടാണ് ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത്. ഇപ്പൊ പോളിസോംനോഗ്രാഫിയെ കുറിച്ച് അഥവാ സ്ലീപ്പ് സ്റ്റഡിയെ കുറിച്ച് സാറ് പറയണ്ടായി. അപ്പൊ അതെങ്ങനെയാ ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോ കാണാം. ഇത് സ്ലീപ്പ് സ്റ്റഡി ഇവര് കിടത്തിയിരിക്കുന്നത് സ്ലീപ്പ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള ഇത് നമ്മൾ സാധാരണ ഇപ്പോ ഏറ്റവും അപ്പറന്റുള്ള ഏറ്റവും ഉയർന്ന രീതിയിലുള്ള പോളിസോംനോഗ്രാഫി എന്ന് പറയുന്ന ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് പേഷ്യന്റ്. ഇത് സാധാരണ ചെയ്യുന്നത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ലീപ്പ് ലാബിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൽ രോഗിയുടെ ശരീരത്തിൽ പലതരത്തിലുള്ള ലീഡ്സ് എന്ന് പറയുന്ന ഇതുപോലുള്ള വയറുകൾ ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇതിൽ ഒന്ന് തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ അറിയുന്നതിനുള്ള തലച്ചോറിന് ലീഡുകളുണ്ട്. നാസൽ ഫ്ലോ, ഓക്സിജൻ വായുപ്രവാഹം മൂക്കിലൂടെയുള്ള അറിയാനുള്ള നാസൽ കാനുലുണ്ട്. അതുകൂടാതെ സൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ, സ്നോറിംഗിന്റെ സൗണ്ട് ഡിറ്റക്ട് ചെയ്യാൻ ലീഡ് ഉണ്ടാവും. കണ്ണിന്റെ മൂവ്മെന്റ്സ് അറിയാനുള്ള ലീഡ് EOG എന്ന് പറയുന്നത്. അതുപോലെ ചിൻ മസിൽസിന്റെ അറിയാനുള്ള EMG. പിന്നെ ഇത് രണ്ടും നെഞ്ഞിന്റെയും വയറിന്റെയും മൂവ്മെന്റ്സ് അറിയാനുള്ള ബെൽറ്റുകളാണ്. ഇതെല്ലാം കണക്ട് ചെയ്യുന്ന മെഷീനിലേക്കാണ് ഈ മെഷീനിൽ വരുന്നത്. ഇതിലെ എല്ലാ ലീഡുകളും ഇതിലേക്ക് കണക്ട് ചെയ്യുകയും ഇതൊരു ഓവർനൈറ്റ്, ഒരു രാത്രിയിൽ പഠനത്തിന് ഫുൾ വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രാവിലെ നമ്മൾ ഇതിന്റെ റെക്കോർഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഇയാൾക്ക് എത്ര പ്രാവശ്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു മണിക്കൂറിൽ എത്ര പ്രാവശ്യം ശ്വാസം നിൽക്കുന്നുണ്ട്, എത്രത്തോളം ഓക്സിജൻ കുറയുന്നുണ്ട്, ആ സമയത്ത് ഏതൊക്കെ സ്റ്റേജിലൂടെ ഇയാൾ സ്ലീപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം അറിയാൻ കഴിയും ഈ ഒരു സ്റ്റഡിയിലൂടെ. ഇതാണ് സ്റ്റാൻഡേർഡ് സ്റ്റഡി എന്ന് പറയുന്നത്, പോളിസോംനോഗ്രാഫിയാണ്. അതല്ലാതെ ഇതിൽ എല്ലാ ലക്ഷണങ്ങളും ഒരാളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ചും സ്ലീപ്പ് ലാബുകൾ ഇതുപോലുള്ള പോളിസോംനോഗ്രാഫി ലാബുകൾ കേരളത്തിലും അധികമില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിലുള്ള രോഗികളെ കണ്ടുപിടിക്കാനും അവർക്കൊരു സ്ക്രീനിംഗ് ഡിവൈസ് നിലനിൽക്ക് പല മെഷീനുകളും ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ പറയുന്നത് ആപ്നിയ ലിങ്ക് എന്ന് പറയും. ഇതുപോലെ രോഗിയുടെ നെഞ്ഞിന് കെട്ടിയിട്ട് രാത്രി ഉറങ്ങാൻ സമ്മതിക്കുകയും ഉറക്കുകയും ഇതിലേക്ക് ഓക്സിജന്റെ ഫ്ലോ കണക്ട് ചെയ്യും, ഓക്സിജൻ സാച്ചുറേഷന്റെ പ്രോബ് കണക്ട് ചെയ്യുക, പിന്നെ നാസൽ ഫ്ലോയുടെ ഒരു പ്രോബും കണക്ട് ചെയ്താൽ അവരുടെ ഓക്സിജൻ എയർവേയിലുള്ള വായുസഞ്ചാരത്തിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും, ഓക്സിജനേഷനെ കുറിച്ച് ഐഡിയ കിട്ടും, പിന്നെ പേഷ്യന്റിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും. അത് അറിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്താലും ഏകദേശം ഗുരുതരമായ രീതിയിലുള്ള സ്ലീപ്പ് അപ്നിയ ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഫുൾ പോളിസോംനോഗ്രാഫിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്തുണ്ടാവുന്ന തലച്ചോറിന്റെ അയാൾ അവേക്ക് ആവുന്നുണ്ടോ, ഉണരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിലും നമ്മൾ ചികിത്സ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ബാക്കി ECG കാർഡിയാക് ഫംഗ്ഷൻസ് ഒന്നും ഇതിൽ
ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരം അവർ എന്തെങ്കിലും പ്രിപ്പറേഷൻ കൂടിയാണോ രോഗി വരേണ്ടത്? ഇല്ല, സാധാരണ ആസ് യൂഷ്വൽ ഉറങ്ങാവുന്ന സമയമാകുമ്പോൾ ലാബിലെത്തിയിട്ട് ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവർ അതിന്റെ ടെക്നിക്കൽ പ്രിപ്പറേഷൻസ് ഉണ്ട്. സ്കാൽപ്പ് വാഷ് ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ബാക്കിയുള്ള പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കാം, എങ്ങനെ ചെയ്യും, എങ്ങനെ വേണമെങ്കിൽ കിടക്കാം, കുഴപ്പമില്ല. എന്നിട്ട് രാത്രി വന്ന് കിടന്ന് അഡ്മിറ്റായി നമ്മൾ ഈ ടെസ്റ്റ് ചെയ്തതിന് ശേഷം രാവിലെ നമുക്ക് റീഡിംഗ് എടുത്ത് കൃത്യമായ ഒരു വിവരം കിട്ടാൻ പറ്റും. അങ്ങനെ നമുക്കൊരു ഡയഗ്നോസിസിൽ എത്താൻ പറ്റും അല്ലെ. പോളിസോംനോഗ്രഫി അഥവാ സ്ലീപ്പ് സ്റ്റഡിയെ കുറിച്ച് ചെയ്ത് എങ്ങനെ നമുക്ക് സ്ലീപ്പ് ആപ്നെ ഡിറ്റക്ട് ചെയ്യാം എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. എന്തായാലും ഇതിനെ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ഇനി കടക്കാം. പോളിസോംനോഗ്രഫിയെ കുറിച്ചും സ്ലീപ്പ് സ്റ്റഡിയെ കുറിച്ചും ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്റ്റഡീസ് എന്നതിനെ കുറിച്ച് അറിഞ്ഞു. ഇനി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ ബാക്ക് ടു നോർമൽ ലൈഫ് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കാണാം. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത് പൂർണ്ണമായും ചികിത്സിച്ച് ശരിയാക്കാവുന്ന കണ്ടീഷനാണ്. പക്ഷെ കൂർക്കമ്പലി അറസ്റ്റ് ചെയ്യുക എന്നതിനേക്കാൾ കൂടുതൽ അതുമൂലം ഉണ്ടാവുന്ന സിസ്റ്റമിക് എഫക്റ്റുകൾ, ആരോഗ്യത്തിന് അത് മറ്റു അവയവങ്ങളെ എങ്ങനെ ബാധിക്കുന്നു അത് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സ്ലീപ്പ് സ്റ്റഡിയിൽ നമുക്ക് പേഷ്യന്റിന്റെ ഉറങ്ങുന്ന സമയത്ത് ശ്വാസം നിന്നു പോകുന്നതും അയാളുടെ ഓക്സിജൻ ലെവൽ ബ്ലഡിൽ കുറയുന്നതും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് ഡയഗ്നോസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും 3ആയിട്ട് തിരിക്കാം. ഒന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആള് പ്രധാന ഓവർ വെയിറ്റ് ആളാണെങ്കിൽ വെയിറ്റ് കുറക്കുക തന്നെ വേണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കടന്നാൽ ചില ആൾക്കാർക്ക് അത് ശരിയാവാറുണ്ട്. പിന്നെ അതുപോലെ മദ്യപാനം, പുകവലി ഇതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ തന്നെ അതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നെക്സ്റ്റ് സർജിക്കൽ മാനേജ്മെന്റ് എന്ന് പറയും. അതായത് പല ടൈപ്പ് സർജറികൾ ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ ഈ ശ്വാസനാളത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്ന തടസ്സങ്ങൾ കൊണ്ടാണ് ഇത് സാധാരണ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള തടസ്സങ്ങൾ നമ്മൾ പരിശോധനയോടെ മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ടോൺസിലിന്റെയോ അഡിനോയിഡിന്റെയോ ഒക്കെ വലുതായിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയുന്ന സർജറികൾ, അതല്ലെങ്കിൽ നമ്മുടെ ചെറുനാക്കും അണ്ണാക്കും ആ ഭാഗങ്ങളെല്ലാം എടുത്ത് സർജിക്കലി റിമൂവ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പേറ്റൻസി, ഒരു അതിന്റെ എയർവേയുടെ പേറ്റൻസി നിലനിർത്തിക്കൊണ്ടുള്ള സർജറി. അതിൽ തന്നെ അത് ഓപ്പറേഷൻ കൂടാതെ റേഡിയോ ഫ്രീക്വൻസി എബിലേഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് നിലനിർത്താൻ പറ്റും. ഈ ഓപ്ഷൻസാണ് സർജിക്കൽ മാനേജ്മെന്റിൽ. പിന്നെ മറ്റൊന്നുള്ളത് മോർബിഡ് ഒബേസിറ്റി ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ ബൈറിയാട്രിക് സർജറി ചെയ്തിട്ട് അവർ വെയിറ്റ് കുറച്ചാലും ഇത് ചെയ്യാം, ഇതിനെ കുറക്കാൻ പറ്റും. ഇതാണ് സർജിക്കൽ ഓപ്ഷൻസ്. പക്ഷേ ഈ അപ്പർ എയർവേയിൽ ചെയ്യുന്ന സർജിക്കൽ ഓപ്ഷൻസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വീണ്ടും ഒരു 1-2 വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അത് വരികയും പിന്നെ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടി ബുദ്ധിമുട്ടാകുകയും ചെയ്യും. എന്നാൽ ഇതിൽ ഏറ്റവും പ്രായോഗികമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചികിത്സയാണ് സിപാപ്പ് എന്ന് പറയും. സിപാപ്പ് എന്ന് പറയുന്ന ഒരു മെഷീനാണ്. അതായത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ എയർവേ അടഞ്ഞു പോകുന്ന പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതൊരു പോസിറ്റീവ് എയർവേ, പോസിറ്റീവ് പ്രഷർ കൊടുക്കുന്നതോടുകൂടി, ഒരു എയർ കംപ്രസറിലൂടെ പോസിറ്റീവ് പ്രഷർ കൊടുക്കുന്നതോടുകൂടി ആ പേറ്റൻസി നിലനിർത്താൻ പറ്റും. അതിന്റെ എയർവേയുടെ പേറ്റൻസി നിലനിർത്തുകയും അങ്ങനെ കൂർക്കം വലിയും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പൊ ഇത് ചെയ്ത് ഉറങ്ങുന്ന ഒരു വ്യക്തിക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് വരും? ഇല്ല, അവര് തീർച്ചയായും അത് ഉപയോഗിച്ചിട്ട് ആൾക്കാരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അത് ഉപയോഗിക്കും. തുടക്കത്തിൽ ചിലപ്പോൾ ഉണ്ടാവും ഒരു പോസിറ്റീവ് എയർ. ഇപ്പം നമ്മളെ മൂക്കിലേക്ക് ഒരു എയർ ഇങ്ങനെ കാറ്റിയടിക്കുമ്പോൾ ഉള്ള ഒരു വിഷമം തുടക്കത്തിലുണ്ടാവും. അതൊരു 1-2 ദിവസത്തും കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശരിയാവും. പിന്നെ അതിന്റെ അവർക്ക് അതുവരെ അനുഭവിച്ചിരുന്ന ആ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് പകലുള്ള ക്ഷീണം ബുദ്ധിമുട്ടും മാറുന്നതോട് കൂടിയിട്ട് അവർ റെഡി ടു യൂസ് ഇറ്റ്. അപ്പൊ ഇനി സിപാപ്പിനെ കുറിച്ച് ഇപ്പൊ സാറ് പറയണ്ടായി, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സിപാപ്പ് അഥവാ കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ. ഒരു കാറ്റ്, ഒരു സ്പെഷ്യൽ പ്രഷറിൽ നമ്മുടെ മൂക്കിലേക്ക് ഇങ്ങനെ കടത്തിക്കൊണ്ട് പോസിറ്റീവ് പ്രഷറിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക്. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് ഇപ്പോൾ കടക്കാം. സ്ലീപ്പ് ആപ്നിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സിപാപ്പ് അഥവാ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ, കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷറിനെ കുറിച്ച് കൂടി അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതിന്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ നമുക്കിപ്പോൾ കടക്കാം. സിപാപ്പ് എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷറാണ്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രഷർ എയർവേയിലേക്ക് കൊടുക്കുക. അതുകൊണ്ട് എയർവേ പേറ്റന്റായി നിർത്താൻ പറ്റും. എയർവേ കൊളാപ്സ് ചെയ്യുന്നതാണ് സ്ലീപ്പ് അപ്നിയയുടെ പ്രശ്നം. അപ്പൊ അത് പേറ്റന്റായി നിർത്തിക്കൊണ്ട് ഒരു കാറ്റ് പോസിറ്റീവായി കാറ്റ് കിട്ടുമ്പോൾ അത് പേറ്റന്റായി നിർത്തുകയും അത് തൽഫലമായിട്ട് ആ സ്നോറിങ്ങും
അതുപോലെ ശ്വാസതടസ്സവും ശ്വാസം നിന്നുപോകുന്ന അവസ്ഥയും ഇല്ലാതാക്കുകയും ചെയ്യും. അതിൽ നിന്ന് പലതരത്തിലുള്ള CPAP മെഷീൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 ടൈപ്പായി നമുക്ക് തിരിക്കാം. ഒന്ന് മാനുവൽ CPAP എന്ന് പറയും, മറ്റൊന്ന് ഓട്ടോമാറ്റിക് CPAP. മാനുവൽ CPAP എന്ന് പറയുമ്പോൾ നമ്മൾ അതിലൊരു പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള പ്രഷർ അതിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് മെഷീൻ കൊടുത്തുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക് CPAP ആകുമ്പോൾ നമുക്ക് എയർവേയിലേക്ക് ആവശ്യമായ പ്രഷർ, എയർവേ പേറ്റന്റായി നിർത്താൻ ആവശ്യമായ പ്രഷർ എത്രയാണെന്ന് മെഷീൻ ഡിറ്റക്ട് ചെയ്യുകയും അത് ആ കൃത്യമായിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതിൽ ആ 2 വ്യത്യാസങ്ങളാണുള്ളത്. അതിന്റെ പ്രധാനമായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഈ ഫിക്സഡ് CPAP പ്രഷറുള്ള CPAP ആകുമ്പോൾ അതിന്റെ കോസ്റ്റ് കുറവാണ്. മാനുവൽ CPAPകൾക്ക് മറ്റേ നമ്മൾ കോസ്റ്റ് കൂടുതലാണ്. ഇത് ഏതൊരു മെഷീൻ, ഇതാണ് എന്റെ CPAP മെഷീൻ. ഇപ്പോൾ ഏറ്റവും ചെറിയ മോഡലാണ് വന്നിട്ടുള്ളത്, ഏറ്റവും മിനിയേച്ചർ രൂപത്തിലുള്ളതാണ്. ഇതില് അത് ഓൺ ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ട്യൂബിലൂടെ പോസിറ്റീവ് പ്രഷർ രോഗിയുടെ എയർവേയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇത് ഇവിടെ മൂക്കില് വെക്കുന്ന ഒരു മാസ്ക് എന്ന് പറയും, നാസൽ മാസ്ക്. അതിലൂടെ ഒരു പോസിറ്റീവ് പ്രഷർ രോഗിക്ക് കൊടുക്കും. ഇത് ബെഡ് സൈഡിൽ വെച്ചുകൊണ്ട് രോഗിക്ക് കിടന്നുറങ്ങാം. ഏത് ഭാഗത്തേക്ക് ചെരിയുന്നതിനോ ഒന്നും കുഴപ്പമില്ല. അത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അതല്ലെങ്കിൽ മറ്റുള്ളത് ഇപ്പൊ മൂക്കിലൂടെ അയാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫുൾ ഫേസ് ആയിട്ടുള്ള വെക്കാം, മാസ്ക് വെച്ചിട്ട് പോകാം. അതല്ലെങ്കിൽ മൂക്കിന്റെ ഉള്ളിൽ മാത്രം വെക്കുന്ന നാസൽ പില്ലോസ് പറഞ്ഞിട്ട് അവൈലബിൾ ആണ്. പിന്നെ പല രീതിയിലുള്ള ഈ ഇന്റർഫേസുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് 3 ടൈപ്പ് സ്റ്റഡി ചെയ്യുന്നത് സാർ, എന്താണ് ആ 3ാമത്തെ ടൈപ്പ് സ്റ്റഡി? 3ാമത്തെ ടൈപ്പ് പറയുന്നത് ഇതിന്റെ 2ന്റെയും ഇടയ്ക്കുള്ള ഒരു സ്റ്റേജിലാണ്. ഈ എംബ്ലറ്റ എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ചിട്ടാണ്. ഇതിലും ഇതുപോലെ ഓക്സിജൻ കണക്ട് ചെയ്യുന്നുണ്ട്, നാസൽ ഫ്ലോ കളക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ബോഡി പൊസിഷൻ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പേഷ്യന്റ് തിരിഞ്ഞു കിടക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടോ, മലർന്ന് കിടക്കുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടോ, അങ്ങനെ ബോഡിയുടെ പൊസിഷനും കൂടി ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു മസിൽ ലീഡും കൂടെ ഇതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കാലിന്റെ മൂവ്മെന്റ്സ് അറിയുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ രണ്ടും ബേസിക് ആയിട്ടുള്ള സംഗതികളാണ്. സ്ക്രീനിംഗ് ഡിവൈസ് നമ്മൾ പറയാൻ പറ്റുള്ളൂ. പൂർണ്ണമായിട്ടുള്ള ഡയഗ്നോസിസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പോളിസോണോഗ്രാഫി തന്നെ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ സ്ലീപ്പ് ആപ്പിനെ കുറിച്ച് പറഞ്ഞതിന് താങ്ക് യു. ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂർക്കം വലി നല്ല ഉറക്കത്തിന്റെ ലക്ഷണമല്ല. എന്തായാലും ഇനി കൂർക്കം വലിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും കാണുകയാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാനും അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഇവാലുവേറ്റ് ചെയ്യാനും നിങ്ങൾ എല്ലാവരും പറയണം.